സഹോദരന്മാരെ, അങ്ങനെ ഞാനും മൊട്ടയടിക്കേണ്ടി വന്ന്. മൊട്ടയടിച്ച് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാട്ടാ. ഞാനൊരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനുമായിട്ട് വെറ്റുകെട്ടി. ഞാൻ പറഞ്ഞ് LDF മൂന്നാമത് അധികാരത്തിൽ വരും, 74ഓളം സീറ്റുകൾ നേടിയിട്ട് LDF അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂ, തല മൊട്ടയടിക്കുകയും ചെയ്യൂ, മീശന്റെ ഒരു ഭാഗം കളയുകയും ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് ഇലക്ഷനിൽ ജയിച്ചല്ലോ. LDF മൂന്നാമത് അധികാരത്തിൽ വന്നല്ലോ, വൻ ഭൂരിപക്ഷത്തിലാണല്ലോ അധികാരത്തിൽ വന്നേ. പിന്നെ വാക്ക് പാലിക്കാണ്ടിരിക്കാൻ വേണ്ടി പറ്റൂലോ. അങ്ങനെ വാക്ക് പാലിച്ചിട്ടാണ് ഈ മൊട്ടയടിച്ച്. പിന്നെ ഓൻ പറഞ്ഞ് നീ മീശ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട, ഇന്ന മീശ പഠിച്ചു കഴിഞ്ഞാൽ തീരെ കാണാൻ കൊണ്ടാവില്ല, അല്ലെങ്കിൽ തന്നെ ഇന്റെ മൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പറം പാലം പോലെയാ. ഓൻ പറഞ്ഞാ അതുകൊണ്ട് തീരെ കാണാൻ കൊണ്ടാവില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാ, നീ എന്ത് ചെയ്യാ, മുട്ട മാത്രം അടിച്ചാൽ മതി എന്ന്. ഞാൻ ആയിക്കോട്ടെ, എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുന്നു. അങ്ങനെ മൊട്ടയടിച്ച്. ഏതായാലും ഇരിക്കട്ടെ, നല്ല കാര്യം തന്നെ. എന്നാൽ അതിന്റെ അടക്ക് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അന്യം പരതിയിട്ട് ആരും വന്നിട്ടില്ലെങ്കിലും നമ്മളെ സിദ്ദീഖ് കങ്ങാത്തൊടി അന്യം പരതിയിട്ട് വന്നു. എന്റെ ഒരു വീഡിയോ ഇലക്ഷന് മുമ്പ് ഞാനിട്ടൊരു വീഡിയോ എടുത്തിട്ട് സിദ്ദീഖ് കങ്ങാത്തൊടി വന്നിട്ട് അന്നെ ട്രോളിയിട്ട് പോയി. അദ്ദേഹം അങ്ങനെയാ, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടാ, ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാ, നോക്കി നോക്കി നിൽക്കും. എന്നിട്ട് അതും എടുത്തിട്ട് എന്ത് ചെയ്യൂ, അതിന്റെ ഒക്കെ പുളിയും ഉപ്പും പുളിയെല്ലാം കൂട്ടി മസാലയെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യൂ, അദ്ദേഹം കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യൂ. അത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാ. ഏതായാലും നല്ല കാര്യം തന്നെ. സിദ്ദീഖ് കങ്ങാത്തോടിനെ പോലെയുള്ള ആൾക്കാർ എന്റെ വ്യക്തി തന്നെ ഉണ്ടല്ലോ, അത് നല്ല കാര്യം തന്നെയാണ് കേട്ടാ. അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലേ, നിങ്ങളുടെ വ്യക്തി തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏതായാലും ഇരിക്കട്ടെ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതെന്നാ, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ് KT ജലീലിനെ പരാജയപ്പെടുത്താൻ പടപ്പുകൾക്ക് ആവൂല, അത് പടച്ചോൻ തന്നെ വിചാരിക്കണമെന്ന് ഞാൻ ആ വീഡിയോ പറഞ്ഞു. അത് ശരി തന്നെയാണ്, അതന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. KT ജലീലിനെ പടപ്പുകൾക്ക് പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റൂല. അങ്ങനെ പടപ്പുകൾക്ക് പരാജയപ്പെടുത്താൻ പറ്റുമായിരുന്നെങ്കിൽ 2021 ഒരു ചാരിറ്റി നടത്തിയിട്ട് പണക്കാരനായ ഒരു പണച്ചാക്ക് വന്നിട്ട് അവിടെ മത്സരിച്ചിട്ട് പണം ഒഴുക്കിയിട്ട് പോലും ആടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, KT ജലീലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്നിട്ടല്ലേ ഈ 2026 മനുഷ്യന്മാർ പടപ്പുകൾ വോട്ട് ചെയ്തിട്ട് ജയിപ്പിക്കണ്ടേ? അത് നടക്കൂലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ ചിന്തിച്ചൊക്കെയാ, പൊന്നാനി ഇതുവരെ മത്സരിച്ചിട്ട് LDF പരാജയപ്പെട്ടിട്ടില്ല. അതിനെന്താ കാരണോ? അതിന് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തെരയേണ്ടത്. നിങ്ങൾ കൂടുതലൊന്നും തെരഞ്ഞു പോകണ്ട, അതിന് കാരണങ്ങൾ കൂടുതലൊന്നും തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ പ്രത്യേകിച്ചിട്ട് ഈ മലപ്പുറം ജില്ലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലപ്പുറത്ത് ചില ഇലക്ഷനുകളിൽ മലക്കുകൾ ഇറങ്ങി വോട്ട് ചെയ്യും. പടപ്പുകൾ മനുഷ്യന്മാർ മാത്രമല്ല, മലക്കുകൾ ഇറങ്ങിയിട്ട് വോട്ട് ചെയ്യും. അന്നേരമാണ് ചിലർ ജയിക്കുന്നു, ചിലർ പരാജയപ്പെടുന്നു. 2006 നടന്ന നിയമസഭാ ഇലക്ഷനിൽ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ മുതൽ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ ഒരു ഡസനോളം നേതാക്കന്മാർ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുഞ്ഞാലിക്കുട്ടിയെല്ലാം പരാജയപ്പെടണമെങ്കിൽ പടപ്പുകൾ വോട്ട് ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മലക്കുകൾ ഇറങ്ങിയിട്ട് വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെന്റെ വിശ്വാസം. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കുന്നതിന് നിങ്ങൾ വിശ്വസിക്കുക, വേറെ വിഷയം. അതേപോലെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ TK ഹംസാക്ക ജയിച്ചിട്ടില്ലേ? ആടെ ഒരു ഇടതുപക്ഷക്കാരൻ ജയിക്കും നിങ്ങൾക്ക് തോന്നിയില്ല? ഇല്ല. ആദ്യം എന്തായിട്ടുണ്ട്, മലക്കുകൾ ഇറങ്ങി വോട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് ആദ്യം ജയിച്ചത്, അതിലൊരു സംശയമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനിയിപ്പോ നിങ്ങൾ പറയൂ മലക്കുകൾ ഇറങ്ങി വോട്ട് ചെയ്യും, ഇവർക്ക് വിരാന്താന്നല്ല നിങ്ങൾ ചോദിക്കും. അതെ, അതിന് നിങ്ങൾക്ക് ഇനി മലക്കളെ കാണണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളെ ജയിച്ച സ്ഥാനാർത്ഥികൾ കാസർഗോഡുള്ള കല്ലട്ര മായനാജിക്ക മുതൽ മഞ്ചേശ്വരത്തുള്ള അഷറഫ് മുതൽ ഇനി മലപ്പുറം ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിലുള്ള ഓരോ സ്ഥാനാർത്ഥികളും കുന്നമംഗലത്തേക്ക് പോകുന്നുണ്ട്. ജയിച്ചതിന് ശേഷം, വോട്ടിന് മുമ്പ് പോയല്ല ഞാൻ പറയുന്നത്, ജയിച്ചതിന് ശേഷം ഉണ്ടല്ലോ കുന്നമംഗലത്തിലേക്ക് പോകുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഊഹിച്ചാൽ മതി, അസം പറഞ്ഞ മലക്കുകളുടെ ആസ്ഥാനം ഇവിടെ തന്നെയാണെന്ന് നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതന്നെയാണ് അവിടെ സംഭവിച്ചത്. അത് ഒരിക്കലും സംഭവിക്കാത്തതാണ്, അത് ഇടക്കിടക്ക് സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്ന് 2016 കുഞ്ഞാലിക്കുട്ടി ഇവരെല്ലാം തോറ്റെ. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് സിദ്ദീഖ് കങ്ങാത്തോടി താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഏതായാലും താങ്കളെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണോ, എന്റെ വേക്ക് തന്നെ ഉണ്ടാണേ, മറന്നവർ കേട്ടാ. ഞാൻ എടുത്തിട്ടുണ്ടോ, ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഒരു ജോലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സിദ്ദീഖ് കങ്ങാത്തോടിനെ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ വിളിച്ചോട് നിൽക്കുന്നു. ഏതായാലും എല്ലാവർക്കും നല്ല നമസ്കാരം നേരുന്നു. LDFന്റെ അതിശക്തമായ വിജയത്തെ അഭിനന്ദിക്കുന്നു. എന്റെ മൊട്ടയടിച്ച് എന്റെ മുടി പോയി, അതേ ബാക്കിയുള്ളൂ, വേറെ ഒന്നും ബാക്കിയില്ല. വല്ലാത്ത അടിയല്ലേ.